നമ്മൾ അതായത് 15 വയസ്സിലൂടെ ഉണ്ട്. 15 വയസ്സിൽ അന്ന് ഇവിടേക്ക് ഒരു വണ്ടി കയറൂല, ഒരു കാളവണ്ടി മാത്രം കയറുള്ളൂ. ഹായ്, നമസ്കാരം. ഫിസൽ വെള്ളായിക്കോട്. ഞാനല്ല ഇപ്പോൾ തിരൂരും മീൻ മാർക്കറ്റിലാട്ടോ. ഞാനൊരു വർക്കിന് വേണ്ടി സൈറ്റ് നോക്കാൻ വേണ്ടി വന്നപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു ഒരമ്പാനമായിട്ടൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, വേഗം പോയി നോക്കി. എനിക്ക് മനസ്സിലായി ഇവിടെ മാർക്കറ്റിലെ സൗണ്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചു. രാവിലെ പുറച്ചേക്ക് 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു ജീവിതം അത് എല്ലാവർക്കും ഒന്ന് കാണണം എന്ന് തോന്നി. എന്നാലും അധികം ആൾക്കാരും ഇത് കാണുന്നില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് വരെ എല്ലാവരും കാണാം. വ്യത്യസ്തമായ കാര്യങ്ങളും ഇവിടെ അത്രയും പഴക്കം ചെന്ന ആൾക്കാരെ കഥകളൊക്കെ നമുക്ക് കേൾക്കാം. ഓക്കെ, എല്ലാവരും ലാസ്റ്റ് വരെ. നമ്മുടെ നാട്ടിലെ കോഴിക്കോട് മത്തി വരുന്നില്ല. മത്തി തേക്കണം ഇവിടെ കിടക്കുക കേട്ടോ. നല്ല അടിപൊളി മത്തി തേക്കണം. നമുക്കവിടെ മത്തി കിട്ടുന്നില്ല, ചെറിയ കുഞ്ഞമത്തിയാണ് കിട്ടുന്നത്. ഓക്കെ, അജാതി മത്തിയാണ് കിടക്കുന്നത്. നല്ല കടലൂർ മത്തി ഉണ്ടെന്നോ. അജാതി മെയിനാണ്. എന്താ ഇവിടുത്തെ ജേകപോക. ഞാൻ തിരൂർക്ക് ഒരു സൈറ്റിലേക്ക് വന്നതാണ്. അപ്പോഴാണ് ഈ സൗണ്ട് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ കേൾക്കുന്നത്. അങ്ങോട്ട് വന്നത് സൗണ്ടാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുഞ്ഞമത്തിയിലേക്ക് ആൾക്കാർ ഓടുന്നുണ്ടല്ലോ. നല്ല സീഡി അല്ലേ? ഫുള്ള് ലാരമണി നടക്കുന്ന വാങ്ങിച്ചോ. ഞാൻ പോയിട്ട് നിങ്ങൾ പോയിക്കോളൂ. പായസമൊക്കെ രാവിലെ 4 മണിക്ക് പായസമൊക്കെ വെക്കുന്നത്.
ഇവിടെ ആൾക്കാരെ ശ്രദ്ധ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരു പ്രത്യേക ഒരു സൗണ്ട് നല്ല രസമുണ്ട് കേൾക്കാൻ. അതെല്ലാവരും ഇങ്ങനെ വേറെ ഒന്നും പറയുന്നൊന്നുമില്ല. ആളാണ്ട് വിളിക്ക് ആ ഒരു പ്രത്യേക താളത്തിൽ ഇവരിങ്ങനെ എല്ലാവരും അതിനാണ് ഉപയോഗിക്കുന്നത്. ഉള്ളു വരുന്നവർക്ക് തലയിട്ട് വെച്ച് കൊടുക്കണ്ട്. കണക്കോ കാര്യമോ പൈസന്റെ വാങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. കാലത ആരാ മാർക്ക് ചെയ്യുന്നത് മനസ്സിലായില്ല. ആടിയില്ല ബോക്സിന്റെ നിങ്ങൾ പോളെ നിങ്ങൾ കൊണ്ട് സൈഡ് നോക്കി ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അവരങ്ങനെയാണ് കച്ചവടം നടത്തിയത്. ഇവിടെ മാർക്ക് എന്നാലല്ലേ നമുക്കിത് നാളെ ആരൊക്കെ കൊണ്ടുപോയിന്നുള്ള കൊടുത്തിട്ട് ഏതൊക്കെ മീനിന്നുള്ള ഇക്കാക്ക അവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ഓരോ ലൈനിലുള്ള നോട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മറ്റൊരാണ് വാങ്ങുമ്പോൾ കച്ചവടം നടത്തുന്നുണ്ട്. അതൊരു പാർട്ടിയുണ്ട്, ഇതൊരു പാർട്ടിയുണ്ട്, അപ്പുറത്തൊരു പാർട്ടിയുണ്ട്, അതും ഇതൊക്കെ ഒരു മാത്രം നോക്കിയാൽ മതി. അതെ, ഈ ലൈനും ഇവിടെ മാത്രം. അവിടെ വേറെ ഉണ്ടാവും, അവിടെ വേറെ ആളുണ്ടാവും. ഓരോന്നിനും അതേപോലെ ആളുണ്ടാവും. എന്നും രാവിലെ അതേമാതിരി ഉണ്ടാവും. ഈ ഒരു ലൈനിൽ മാത്രം വരും. ഇന്ന് കരിക്കാടിയില്ല, ചെമ്മീനില്ല. നാളെ ചെമ്മീൻ ഉണ്ടാവും. ചെമ്മീന്റെ പൂരാണ് നാളെ. അത് നിങ്ങൾക്ക് അറിയാം ഇവിടെ നാളെ വരുന്നത്. നാളെ വരും. ഇന്ന് വെള്ളിയാഴ്ച അല്ല, ഇന്നലെ അന്നലെ അത് കഴിഞ്ഞിട്ട് വരുന്നതല്ലേ. ഒരു ഹാരം തന്നെയാണ്. എത്ര മണിക്ക് സ്റ്റാർട്ടാവും ഇവിടെ? ഇവിടെ എത്ര മണിക്ക് സ്റ്റാർട്ടാവും? ഇവിടുന്ന് 3 മണിക്ക് സ്റ്റാർട്ട്. 3 മണിക്ക് സ്റ്റാർട്ടാവും. ഒരു 6 മണി വരെ, 7 മണി വരെ അല്ലേ? പുറത്തോട്ട് കോഴിക്കോട് വരുന്നുണ്ടോ? കോഴിക്കോടിന് എല്ലായിടത്തും മലപ്പുറം, മംഗലാപുരം, കുന്താപുരം, കൊങ്കോളി, പിന്നെ തമിഴ്നാട്, എല്ലാ സ്ഥലത്തും നിന്നും മീൻ വരുന്നുണ്ടല്ലേ? ഈ 2-3 മണിക്കൂർ കൊണ്ട് ഇവിടെ ഒരു പാട തന്നെയാണല്ലേ. അതിനകത്ത് മീൻ പോകും. പോയിട്ടുണ്ടാവും, ആള് പേര് ചെയ്താൽ മറക്കും. അപ്പൊ നമ്മളവിടെ ക്യാമറ ചെയ്യുന്നുണ്ട് നമുക്കുള്ളത്. അവിടെ പോയിട്ട് മൊബൈലിൽ നോക്കും. കൊണ്ടുപോയിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. തെളിവ് അടക്കാണ്ട് കൊടുക്കുക. എന്റെ പേര് ഏറ്റിയ ആളെ നമ്പർ ഒക്കെ അതിൽ വരും. ഞാനും പറയാതിരിക്കാന്നല്ലേ. നമ്മൾ അതായത് 15 വയസ്സിലൂടെ ഉണ്ട്. 15 വയസ്സിൽ അന്ന് ഇവിടേക്ക് ഒരു വണ്ടി കയറൂല.
ഒരു കാളവണ്ടി മാത്രം കയറുള്ളൂ ഈ റോഡ്. കാളവണ്ടി കാലം അന്ന് ഈ മാർക്കറ്റ് ഒന്നുമില്ല. ഇല്ലല്ലേ? ആ കാലം തൊട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ചന്തയാണ്, ഞായറാഴ്ച ചന്തയാണ്. ഞായറാഴ്ച ഒന്നുമില്ലല്ലേ? ഇത് നോക്കിട്ടോ, കുട്ടി പോയാ പോയത് തന്നെ. ഞാൻ പറഞ്ഞത് ആരും ബുക്കായിട്ടും പേപ്പറായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഈ 15 വയസ്സിൽ ഇവിടെ ഉണ്ടാവും ഈ തിരൂര്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇതേമാതിരി വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഫോളോ ചെയ്യാത്തവരെ ഒന്ന് ഫോളോ ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.